യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് കാട്ടിൽ നിന്ന് വിറക് ശേഖരിക്കുകയും ആ വിറക് ചുമന്നു വന്ന് അതുപോലെ തന്നെ രോഗികൾക്ക്, സാമ്പത്തിക ശേഷിയില്ലാത്തവർക്ക്, വിധവകൾക്ക്, മിസ്കീന്മാർക്ക് അതൊക്കെ വിഹിതിച്ചു കൊടുക്കും. നേരത്തെ പറഞ്ഞല്ലോ, ഉറുമ്പിനെ പോലും കൊതുകിനെ പോലും വേദനിപ്പിക്കാതെ എല്ലാവരോടും കരുണ ചെയ്യുന്ന മഹാനായ അള്ളാഹുവിടെ ചാരത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് പടച്ചറബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അവരെയൊക്കെ പല ആളുകൾ നേരത്തെ അവർ ഓർമ്മപ്പെടുത്തിയതുപോലെ മഹാന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനും അത് നമ്മുടെ പ്രധാനപ്പെട്ട ആയുധമാണ്. അതില്ലാത്ത കാലത്തോളം ഒരിക്കലും അവർക്ക് വളർച്ചയും ഉയർച്ചയും ലഭിക്കുകയില്ല. ആദരം ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹു തആല ആദരിച്ച വ്യക്തികളാണെങ്കിലും സയ്യിദന്മാർ, നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം സാദാത്തുക്കളുണ്ട്, സയ്യിദുമാരുണ്ട്. ഏത് വിഷയത്തിനും അവരെ മുമ്പിലാക്കണം. അവരെ മുമ്പിലാക്കി അവരെ ബാക്കിലാക്കി നടക്കാൻ പാടില്ല. നടക്കുന്ന വിഷയമായാലും ഒരു ദുആ ചെയ്യുന്ന വിഷയമായാലും ഏത് വിഷയത്തിലും കഴിഞ്ഞാലും അദ്ദിമുൽ ഖുറൈശ, അവർക്ക് സ്ഥാനങ്ങളും ബഹുമതികളും നൽകണം. അതില്ലാത്ത കാലത്തോളം നമുക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു سمعت رسول الله صلى الله عليه وسلم يقول للناس على المنبر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ നിന്ന് ഖുതുബ നിർവഹിക്കുകയാണ്. ആ സമയത്ത് ഒറ്റ വർത്തമാനം, ഇജ്ലിസു ഇജ്ലിസു, എല്ലാവരും ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. ആ സമയത്ത് لم يدخل المسجد بل كان خارج المسجد. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പള്ളിയുടെ പുറത്താണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, എന്നോട് സംഘാടകർ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കടക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. തുടങ്ങണ്ടേ? ഏതായാലും സമയമുണ്ടെങ്കിൽ കിടക്കട്ടെ. അതിന്റെ സൗത്തിയത്തി എന്നോണം, ചവിട്ടുപടി എന്നോണം പറയട്ടെ. ഇജ്ലിസു ഇജ്ലിസു, മിമ്പറിൽ നിന്ന് കേൾക്കുന്നു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു സാധാരണ അകമ്പള്ളിയിലാണ് ഇരിക്കുന്നത്. അകമ്പള്ളി വലത്തെ ഭാഗത്താണ് ഇരിക്കുന്നത്. അതാണ് ശ്രേഷ്ഠത. പുറംപള്ളിയിൽ സ്ഥലമുണ്ടായിട്ടും അകമ്പള്ളിയിൽ സ്ഥലമുണ്ടായിട്ടും പുറംപള്ളിയിൽ ഇരിക്കുന്നത് അത് മുഅ്മിനായ മനുഷ്യന്റെ ശരിയല്ല, ഒരു നടത്തിപ്പല്ല. അകമ്പള്ളിയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, എന്നിട്ട് പുറംപള്ളിയിൽ അല്ലെങ്കിൽ ജുമുഅക്ക് മാളികയുടെ മുകളിലേക്ക് പോകും. എന്നിട്ട് ആ എന്ത് ജുമുഅ വർത്തമാനം പറഞ്ഞിട്ട് മൊബൈൽ നോക്കി കുത്തിരുന്ന ഖുതുബ കേൾക്കുക. ഖുതുബ ഓതുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ എന്തേലും മഅശറൽ മുസ്ലിമീൻ റഹ്മക്കുമുല്ലാഹ് എന്ന് ഖുതുബ നിർവഹിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് മുഅദ്ദിൻ വിളിച്ചു പറയാൻ, മഅശറൽ മുസ്ലിമീൻ, മുസ്ലിം സമൂഹമേ റഹ്മക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അൽ ഖുതുബത്തു തഖൂമു മുഖാമൽ റകഅത്തൈനി മിൻ അൽ-ഫർദ്. സാധാരണ ദുഹർ നിസ്കാരം 4 റകഅത്തുണ്ട്. ആ സമയത്ത് നിസ്കരിക്കുന്ന ജുമുഅ നിസ്കാരം 2 റകഅത്ത് നിസ്കരിക്കുന്നുള്ളൂ. ഫർളാക്കപ്പെട്ട നിസ്കാരത്തിന്റെ 4 റകഅത്തിന്റെ സ്ഥാനത്തുള്ള 2 റകഅത്ത് നിസ്കരിക്കുന്നുള്ളൂ. ബാക്കി 2 റകഅത്തിന്റെ സ്ഥാനത്താണ് ഖുതുബ. അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ പറയലെങ്ങനെ, ആരെങ്കിലും ഇങ്ങനെ ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ മൻ തകല്ലമ ഫഖദ് ലാ ഫലാ ജുമുഅത ലഹു, ഫലാ ജുമുഅത ലാ എന്നല്ല, അതില്ല എന്നിട്ട് ലഹു എന്ന് വഖഫ് ചെയ്ത് പറയാണ്. ഫലാ ജുമുഅത ലഹു, അവനിക്ക് ജുമുഅയില്ല. ആരെങ്കിലും ഖുതുബ നടക്കുന്ന സമയത്ത് ഖുതുബ എന്നുള്ളത് 4 റകഅത്തിന്റെ സ്ഥാനത്ത് 2 റകഅത്ത് നിസ്കരിക്കുന്നുള്ളൂ, ബാക്കി 2 റകഅത്തിന്റെ സ്ഥാനത്ത് ഖുതുബയാണ്.
അത് പള്ളിയുടെ മുകളിൽ കയറിക്കൊണ്ട് മൊബൈൽ നോക്കിയിട്ടും കാല് നീട്ടിയിരുന്നിട്ടും സ്വറ പറഞ്ഞിരുന്നിട്ടും എന്ത് ജുമുഅ? പിന്നെ എന്തിനാ ജുമുഅക്ക് വരുന്നത്? മറ്റുള്ള ആളുകളുടെ ജുമുഅ കൂടി ബാത്തിലാക്കാനോ? അങ്ങനത്തെ ജുമുഅക്ക് പോകരുത്, വീട്ടിലിരുന്നോട്ടെ. പരമാവധി അകമ്പള്ളിയിൽ തന്നെ നിൽക്കാൻ നോക്കണം. അകമ്പള്ളിയിൽ സീറ്റില്ലെങ്കിൽ മാത്രം പുറംപള്ളിയിലും സീറ്റില്ലെങ്കിൽ മാത്രം മുകളിലുണ്ട്. ഈ രൂപത്തിൽ മക്കളെ സഹോദരിമാർ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിക്കണം. എവിടെടാ ജുമുഅക്ക് ഇരിക്കല്? അകമ്പള്ളിയിൽ ഇരിക്കാൻ നോക്കണം, ഇല്ലേ പുറംപള്ളിയിൽ. മുകളിലേക്ക് പോകരുത് തന്നെ പറഞ്ഞു. കാരണം അവർക്ക് ജുമുഅ കിട്ടാറില്ല. സഹോദരിമാർക്കൊക്കെ അതൊന്നും അറിയില്ലല്ലോ. ഏതായാലും അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പള്ളിയിലോട്ട് കടന്നു വരുന്ന സമയത്ത് അകമ്പള്ളിയിലാണ് ഇരിക്കേണ്ടത്. പക്ഷെ അകമ്പള്ളിയിൽ ഇരിക്കാൻ മുന്നോട്ട് വരികയായിരുന്നു. ആ സമയത്താണ് മിമ്പറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇജ്ലിസൂ ഇജ്ലിസൂ, ഇരിക്കി 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 എന്ന്. ആ സമയത്ത് ആ സമയത്ത് لم يدخل المسجد بل كان خارج المسجد في طريقه. പള്ളിക്ക് പുറത്തായിരുന്നു ആരെ? അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഫജലസ മക്കാനഹു ഖാരിജ المسجد. ആ സ്പോട്ടിൽ തന്നെ അവിടെ തന്നെ അകമ്പള്ളിയിലേക്ക് വരാതെ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ ഫലമ്മ ഫറഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖുതുബത്തിഹി ഖാല ലഹു. ഖുതുബയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ, എന്താണ് റവാഹ അബ്ദുല്ലാഹ്, നിങ്ങളുടെ സീറ്റ് അകമ്പള്ളിയിലല്ലേ? അകമ്പള്ളിയിൽ ഇരിക്കുന്ന നിങ്ങൾ എന്തിനെ പുറം പള്ളിയിൽ തന്നെ ഇരുന്നത് എന്ന് ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അദബൻ അദബൻ, നബിയേ, നിങ്ങൾ സ്റ്റേജിൽ നിന്ന് മിമ്പറിൽ നിന്ന് ഇരിക്കൂ 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 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാത്രം ഇരിക്കാതെ അകമ്പള്ളിയിലേക്ക് കടന്നു വരുന്നത് അദബ് കേടാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത്. ഞാൻ സാധാരണ ഇരിക്കുന്ന സ്ഥലം അകമ്പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ വലഭാഗത്താണ്. അവിടെ ഇരിക്കാതെ അതവ് കരുതിക്കൊണ്ടാണ് ഞാൻ ഇരിക്കൂ ഇജ്ലിസൂ എന്ന് പറഞ്ഞപ്പോൾ പുറംപള്ളിയിൽ ഇരുന്നത് എന്ന് മുത്തുനബിയോട് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനക്ക് അനംബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ സാദഖല്ലാഹു ഹിർസൻ അലാ ത്വഅത്തില്ലാഹ്, അല്ലാഹുവിനെ വഴിപ്പെടുന്ന വിഷയത്തിൽ വഅലാ ത്വഅത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെടുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാളേറെ ഹിർസ്, അത്യാഗ്രഹം, ആവേശം റബ്ബ് നിങ്ങൾക്ക് എത്തിത്തരട്ടെ.